ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർഗനെക്സ്. ഇറ്റ്സ് മീ വടകൻ. മകളെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള മാറ്റ് എക്സാമിൽ സിലബസിൽ ഒരു വമ്പൻ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ച് മാറ്റിന് കഴിഞ്ഞ വർഷം വരെ 40 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടെങ്കിൽ ഈ വർഷം മുതൽ വെറും 20 ചോദ്യങ്ങളാണുള്ളത്. സോ ഏതൊക്കെ സിലബസിലൂടെയാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ജവഹർ നവോദയ വിദ്യാലയം പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, മറ്റു കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. കാരണം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർ നവോദയ വിദ്യാലയങ്ങൾക്കുള്ള നമ്മുടെ സിലബസിനെ കുറിച്ചും ആ സിലബസിൽ വരുന്ന ചോദ്യങ്ങളെ കുറിച്ചാണ്. സോ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലോജിക്കൽ റീസണിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യും. സോ എൻ്റെ മക്കൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക, എന്തൊക്കെയാണ് സിലബസിൽ ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ മെന്റൽ എബിലിറ്റി ടെസ്റ്റിനെ 2 മുറിച്ചതായിരുന്നു ഈ പ്രാവശ്യം ചെയ്തത്. അതായത് സെക്ഷൻ 1 2 മുറിച്ചതായിരുന്നു. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മെന്റൽ എബിലിറ്റി ടെസ്റ്റ് മാറ്റ് തന്നെയാണ്. എന്നാൽ ഈ പ്രാവശ്യം മക്കളെ പുതിയൊരാശാൻ വന്നു. അതിൻ്റെ പേരാണ് എൻവിറോൺമെന്റൽ സ്റ്റഡീസ് അഥവാ EVS എന്ന് പറയും. ഓക്കെ അല്ലേ? ഈ ഒരു പാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാറ്റിന്റെ കാര്യമാണ് ആദ്യം പറയാൻ പോകുന്നത്. മാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ചില ഫിഗേഴ്സിൻ്റെയും ഡയഗ്രാംസിൻ്റെയും ഒക്കെ രീതിയിലാണ്, ഡയഗ്രാംസ് ഒക്കെ തന്നിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസ് മെന്റൽ എബിലിറ്റി അതുപോലെ തന്നെ ഫങ്ഷനിങ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് 5 പാർട്ട് ഉണ്ട്. അതായത് 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ പാർട്ടിലും 4 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻസിൽ നിന്നും മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുന്നതാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് താഴെ കൊടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് പാറ്റേൺ കംപ്ലീഷൻ ആണ്. പാറ്റേൺ കംപ്ലീഷനിൽ നമ്മുടെ ആൽഫബറ്റിക്കലും അതുപോലെ തന്നെ നമ്പർ സിസ്റ്റം, നമ്പർ പാറ്റേൺസും ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഓരോ സെക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്താക്കുന്നതാണ്, അപ്കമിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാറ്റേൺ കംപ്ലീഷനെ കുറിച്ചാണ്. ഈ പാറ്റേൺ കംപ്ലീഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളായിരിക്കും പാറ്റേൺ കംപ്ലീഷനിൽ വരുന്നത്. ഇതിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഒരു പിക്ചർ കാണാം. ഈ പിക്ചറിൽ ഇവിടെ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇവിടെ ശരിക്കും ഒരു ബ്ലാങ്ക് ആണ്. ഇവിടെ നമ്മൾ എന്ത് കൊടുത്താലാണ് ഈ പറയുന്നത് ഈ 4 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണ് ഇവിടേക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. സോ ആ രൂപത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ എന്താക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അത് എന്തുകൊണ്ടാണ് എന്ന്, ഓപ്ഷൻ എ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ പറയുന്ന പാറ്റേൺ കംപ്ലീഷൻ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും. അപ്പം ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പാറ്റേൺ കംപ്ലീഷനിൽ വരിക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് മൂവിങ് ടു ദ നെക്സ്റ്റ് തിങ്, ദാറ്റ് ഈസ് ഫിഗർ സീരീസ് ഓർ കംപ്ലീഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, അടുത്ത 5ാമത്തെ മുതൽ 8ാമത്തെ ക്വസ്റ്റ്യൻ, 5, 6, 7, 8 ഈ 4 ക്വസ്റ്റ്യൻസിൽ നമുക്ക് തരാം 3 പ്രോബ്ലം ഫിഗേഴ്സ്. ഒരു ഇവിടെ ഫിഗർ കാണാം, ഒരു വരയും ഒരു ക്രോസും ഉണ്ട്. തൊട്ടടുത്ത് ഒരു വര ഇങ്ങനെയുണ്ട്, ഒരു വര ഇങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഒരു ക്രോസും ഉണ്ട്, ഒരു സർക്കിളും ഉണ്ട്. അടുത്തേക്ക് നോക്കുമ്പോൾ വര 1, 2, 3 വരായി. ഇവിടെ ഒരു ക്രോസ് ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു ക്രോസ് ഉണ്ട്. അപ്പൊ അടുത്തതിൽ എന്തായിരിക്കും, ഇവിടെ ഇങ്ങനെ 4 വര ഉണ്ടാവും. മാത്രമല്ല ഇവിടെ ക്രോസ്, ഇവിടെ 0, ഇവിടെ ക്രോസ്, ഇവിടെ 0 വരണം അല്ലെ. സോ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഈ രൂപത്തിൽ 3 എണ്ണം ഫിഗർ ക്വസ്റ്റ്യന് തരും. 4ാമത്തെ ഫിഗർ എന്തായിരിക്കും എന്നുള്ളത് അസ്യൂം ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അതിനുള്ള 4 ഓപ്ഷൻസ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. സെറ്റ് അല്ലേ? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ. അത് ട്രയാങ്കിൾ ആവാം, സ്ക്വയർ ആവാം, സർക്കിൾ ആവാം, ഇതൊക്കെ വരാം എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രൂപത്തിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. 9ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 11ാമത്തെ ക്വസ്റ്റ്യൻ വരെ അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ എക്സാമിന് വരാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഫിഗറിനെ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പിക്ചർ ആയിരിക്കും. ഇതുപോലത്തെ ഒരു പിക്ചർ ഏതാടാ? അത് ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അപ്പൊ അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വെച്ചുള്ള വീഡിയോസും ക്ലാസ്സുകളും ഒക്കെ നമ്മൾ അപ്കമിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഇപ്പൊ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സോ 4ാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്, ദാറ്റ് ഈസ് മിറർ ആൻഡ് വാട്ടർ ഇമേജിങ്. നമുക്കൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മിററിന്റെ മുന്നിൽ ഒരു ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ അത് വെച്ചിട്ട് 12ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 16ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് 4 ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ടി ഉണ്ട്, ഇവിടെ ആ ടി ഇവിടെ വരും. എ ഉണ്ട്, അവിടെ എ ഇവിടേക്ക് എ ഈ സൈഡിലേക്ക് എ വരും. പിന്നെ ബി ഉണ്ട്, ബി എങ്ങനെയാ വരിക?
ബി എങ്ങനെ വരിക? ബി ഇങ്ങനെ നേരെ വരുമോ? ഇല്ല. ഈ ഒരു രൂപത്തിലാണ് അതിന്റെ ഫിഗർ വരിക. ഓപ്ഷൻ ഡി നിങ്ങൾക്ക് കാണാം. ടി വരും, ആദ്യം എ വരും, ബി തല തിരിഞ്ഞാണ്ട് വരിക, ടി ഇങ്ങനെ വരും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, 5ാമത്തെ സെഷൻ എന്ന് പറയുന്നത് എംബഡഡ് ഫിഗേഴ്സ് എന്ന് പറയും. എന്താണ് എംബഡഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, 17 മുതൽ 20 വരെയുള്ള ചോദ്യത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം. ഈ ബോക്സിലുള്ള ഫിഗർ പക്കായിട്ട് ഈ പറയുന്ന 4 ചിത്രത്തിൽ എവിടെയാണ് ഉള്ളത് എന്നാണ് നോക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു വര ഇങ്ങനെയുണ്ട്, ഇങ്ങനൊരു വരയുണ്ട്, ഇവിടെ നടുവിലായിട്ടൊരു വരയുണ്ട്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരയുണ്ട്, ഇവിടെ ഉണ്ട്, പക്ഷേ ഈ നടുവിലെ വര ഇല്ല. അപ്പം എ അല്ല. അടുത്ത ബിയിൽ ഇതാ ഇങ്ങനെയുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടുണ്ട്, നടുവിലുള്ള വരയുണ്ട്, ബി ആവാൻ സാധ്യതയുണ്ട്. ബി ആവാൻ സാധ്യത ഉണ്ടെന്നല്ല, കറക്റ്റ് ആൻസർ ബി തന്നെയാണ്. സിയിൽ ഇതാ ഈ വരയുണ്ട്, ഇങ്ങോട്ടുണ്ട്, പക്ഷേ ഈ വരയില്ല. മറ്റേ ഡിയിൽ ഈ വര കുറച്ചുണ്ട്, പക്ഷേ ഈ ഫുൾ വര ഇല്ല, ഇങ്ങനെ ഇങ്ങോട്ടും ഇല്ല. സോ ഈ ഒരു ചിത്രം നേരെ അതുപോലെ പകർത്തി വെച്ചിട്ടുള്ളത് അത് എവിടെ തന്നെയാണ്? ഓപ്ഷൻ ബിയിൽ തന്നെയാണ്. സോ ഇത് മനസ്സിലാക്കലാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 20ാമത്തെ ക്വസ്റ്റ്യൻ വരെ വരുന്നത്. ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്, കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോസും പക്കാ ക്ലിയർ ആക്കിയിട്ട് സെറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് മക്കളെ വടക്കൻ സാറ് വരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. Bye bye, see you later.